പുതുപന്നാനി ദേശീയപാതയിൽ ട്രാഫിക് ബോധവൽക്കരണവുമായി വിദ്യാർത്ഥിനികൾ. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. തുടർച്ചയായ അപകടങ്ങളിൽ സ്ഥിരം കുരുതിക്കളമായി മാറിയ പുതുപന്നാനി ദേശീയപാതയിൽ ട്രാഫിക് ബോധവൽക്കരണവുമായി വിദ്യാർത്ഥിനികൾ. ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവനെടുക്കുന്ന നിരത്തുകളിൽ ബോധവൽക്കരണവും ജാഗ്രതാ നിർദ്ദേശവുമായി നിയമപാലകർക്കൊപ്പം ചേർന്നത് പുതുപന്നാനി MA ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥിനികളാണ്. പൊന്നാനി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിരുന്നു ബോധവൽക്കരണം നടത്തിയത്. ദേശീയപാതയിൽ റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് പ്രദേശവാസികളെ കുട്ടികൾ ബോധവൽക്കരിച്ചു. എക്സിറ്റ്, എൻട്രികൾ എന്നിവ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ദേശീയപാതയിലെ വേഗതയെക്കുറിച്ചും യാത്രക്കാർക്ക് വിശദീകരിച്ചു കൊടുത്തു. ഹെൽമറ്റ് ധരിച്ച് വാഹനമോടിക്കുന്നവരെ അഭിനന്ദിക്കുകയും അല്ലാത്തവരെ ഉപദേശിക്കുകയും ചെയ്തു. ബോധവൽക്കരണ പരിപാടി പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ PP ഷംസു അധ്യക്ഷത വഹിച്ചു. ആൻഡോ ഫ്രാൻസിസ്, PTA എക്സിക്യൂട്ടീവ് അംഗം കഫീൽ, KV നദീർ, ലിറ്റിൽ കൈറ്റ് മിസ്ട്രസ്മാരായ M ഫസീല, PT സമീറ, നഫ്സിയ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ റോഡ് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ വാഹനത്തിൽ സഞ്ചരിക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുക്കുക, അത് ഉറപ്പുവരുത്തുക. ഇങ്ങനെ വിട്ടുവിട്ടുള്ള വരകൾ കാണാം, ചിലപ്പോൾ മഞ്ഞ വരകൾ കാണാം, ചിലപ്പം ഒരേ ഡ്രസ്സിലുള്ള വരകൾ കാണാം. അങ്ങനെ ഓരോ മഞ്ഞ ലൈനുകളുണ്ടോ ഈ റോഡിൽ, അതേപോലെ ക്രോസ് ലൈൻ, ഇതിനൊക്കെ ഓരോരോ സിഗ്നലുകളാണ്. അതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ചെറിയൊരു സമയത്ത് അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും വലിയ അപകടങ്ങൾക്ക് ആൾക്കാർക്കും അത് ഭയങ്കര ഇതാണ്. അപ്പോൾ അവരെ ട്രെയിനിനൊക്കെ ഭയങ്കര അപകടങ്ങൾ. വ്യത്യസ്ത രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ഓരോ വർഷവും ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഹൈവേ ക്രോസിങ്, അതുപോലെ തന്നെ റോഡുമായി ബന്ധപ്പെട്ട ആക്സിഡൻറ്റ് കേസുകൾ. നിരന്തരം ഡെയിലി നമുക്ക് ഈ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ജീവന് അപകടത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലൂടെ പോകുന്ന പാസഞ്ചേഴ്സിനോട് എങ്ങനെ ആയിരിക്കണം നമ്മൾ റോഡ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ റോഡിൽ പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ബോധവാന്മാരാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ ക്ലബിലെ മെമ്പേഴ്സും നമ്മുടെ സ്കൂൾ MI ഗേൾസിലെ ടീച്ചേഴ്സും ഒക്കെ ഒരു ബോധവൽക്കരണം നടത്താമെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ആക്സിഡൻറ്റ് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു ടോപ്പിക്കാണ് ഏറ്റവും നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്.